എല്ലാവരുടെയും വിശപ്പടക്കാൻ ഈ ലോകത്തിന് സാധിക്കും. എന്നാൽ ആരുടെയും അത്യാർത്തിയെ ശമിപ്പിക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. മഹാത്മാഗാന്ധിയുടെ ഈ വാക്യം എഴുതി കാണിച്ചുകൊണ്ടാണ് തുമ്പാട് എന്ന ഹിന്ദി സിനിമ ആരംഭിക്കുന്നത്. സർക്കാർ മർ ഗയാ, अब यहाँ कुछ नहीं बचा. हम तुम्बाड़ छोड़ रहे हैं. क्यों? वाड़ा तो अपना हुआ ना. കോടികളുടെ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പല ബോളിവുഡ് പടങ്ങളെയും കടത്തിവിട്ടുകൊണ്ട് വെറും 5 കോടി രൂപ ബഡ്ജറ്റിൽ തയ്യാറാക്കിയ ഒരു കൊച്ചു സിനിമയാണ് 2018 രാഹി അനിൽ ബർബയുടെയും ആനന്ദ് ഗാന്ധിയുടെയും സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുമ്പാട്. മിത്തുകളുടെയും ഫോക്ലോറുകളുടെയും സാധ്യതകളെ അങ്ങേയറ്റം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഫാന്റസി ഹൊറർ ചിത്രമാണിത്. सरकार पूरी जिंदगी ढूंढता रहा, कुछ नहीं मिला उसे. और उस बुढ़िया का क्या? खजाने के बारे में वो कुछ ना कुछ तो जरूर जानती होगी. 1947 വിനായക റാവു തന്റെ 14 വയസ്സുള്ള മകൻ പാണ്ഡുരംഗിനോട് ഐശ്വര്യത്തിന്റെ ദേവതയെക്കുറിച്ച് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് സിനിമയുടെ തുടക്കം. ദേവത പരിധികളില്ലാത്ത സ്വർണത്തിന്റെയും ധാന്യത്തിന്റെയും പ്രതീകമാണ്. ഭൂമി അവളുടെ ഗർഭപാത്രമാണ്. പ്രപഞ്ചമുണ്ടായപ്പോൾ അവൾ 160 ദശലക്ഷം ദൈവങ്ങൾക്ക് ജന്മം നൽകി. അവളുടെ ആദ്യത്തെയും ഏറ്റവും പ്രിയപ്പെട്ടതുമായ പുത്രനായിരുന്നു ഹെസ്തർ. ദേവതയുടെ സ്വർണത്തിനും ഭക്ഷണത്തിനും അത്യാഗ്രഹിയായിരുന്നു അവൻ. ദേവിയിൽ നിന്ന് സ്വർണം സ്വന്തമാക്കാൻ ഹെസ്തറിന് കഴിഞ്ഞിരുന്നു. എന്നാൽ അവളുടെ ഭക്ഷണം വാങ്ങാൻ പോകുമ്പോൾ മറ്റു ദേവന്മാർ അവനെ ആക്രമിച്ചിരുന്നു. ഒരിക്കലും ഹെസ്തറിനെ ആരാധിക്കാനാവില്ലെന്നും ചരിത്രത്താൽ മറക്കപ്പെടുമെന്നുമുള്ള വ്യവസ്ഥയിൽ ദേവി ഹെസ്തറിനെ രക്ഷിച്ചു. വർഷങ്ങളോളം അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഹെസ്തർ ഉറങ്ങുകയായിരുന്നു. എന്നാൽ തുമ്പാടിലെ നിവാസികൾ ഈ വിലക്കിനെ ധിക്കരിക്കുകയും ഹെസ്തറിന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഇത് ദേവന്മാരുടെ കോപം സമ്പാദിക്കുകയും അവർ ഗ്രാമത്തെ ശപിക്കുകയും ചെയ്തു. വർഷത്തിൽ എല്ലാ ദിവസവും തുമ്പാടിൽ മഴ തോരാതെ പെയ്യും എന്നതായിരുന്നു ആ ശാപം. തന്റെ അനിയന്റെ മരണത്തിന് ശേഷം തുമ്പാട് എന്ന ഗ്രാമം ഉപേക്ഷിക്കുന്ന വിനായക റാവു ആണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. അവിടുന്ന് പോയ വിനായകനും അമ്മയും താമസിച്ചത് പൂനെയിലാണ്. ഹെസ്തറിന്റെ ശാപം കിട്ടി ജീവിക്കുന്ന വിനായകന്റെ മുത്തശ്ശിയെ തേടി അയാൾ വർഷങ്ങൾക്ക് ശേഷം തുമ്പാടിലേക്ക് വരുന്നു. നിധി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വിനായകന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നു. ശേഷം വിനായക് മുത്തശ്ശിയെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. തുടർന്ന് വിനായകൻ നിധി തേടി പോവുകയാണ്. നിധി കണ്ടെത്തുന്നത് എന്തുമാത്രം അപകടം പിടിച്ച കാര്യമാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും വിനായക് തന്റെ ആർത്തി കാരണം വീണ്ടും ആ അപകടത്തിലേക്ക് എടുത്ത് ചാടുന്നു. ഇവിടെയാണ് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ഗാന്ധിജിയുടെ വാക്യം ഓരോ പ്രേക്ഷകനും ഓർക്കുന്നത്. बाबा ने तो सिर्फ तुझे रखा है. जब मैं बड़ा हो जाऊंगा तुझसे ब्याह करूंगा. उम्र क्या है तेरी? खजाने की बात करना भी अशुभ है. വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആഖ്യാനം വികസിക്കുമ്പോൾ അത്യാഗ്രഹത്തിന്റെയും പുരാണ കഥകളുടെയും വിലക്കപ്പെട്ട അധികാരങ്ങളെ കൈകടത്തുന്നതിന്റെ അനന്തരഫലങ്ങളുടെയും ലോകത്തിൽ പ്രേക്ഷകർ മുഴുകിയിരിക്കുന്നു. തുമ്പാടിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് അതിന്റെ വിഷ്വൽ ബ്യൂട്ടിയാണ്. സിനിമാറ്റോഗ്രാഫർ പങ്കജ് കുമാർ ഗ്രാമത്തിന്റെയും ചുറ്റുപാടുകളുടെയും അതിഭയങ്കരമായ സൗന്ദര്യം പകർത്തിക്കൊണ്ട് ദൃശ്യപരമായി ഒരു ലോകം സൃഷ്ടിക്കുന്നു. കൃത്യമായ കാലഘട്ടത്തിലെ വസ്ത്രങ്ങൾ മുതൽ ചിത്രത്തിലെ അണ്ടർടോൺ വർദ്ധിപ്പിക്കുന്ന അറ്റ്മോസ്ഫറിക് ലൈറ്റ് വരെ വിശദമായി ശ്രദ്ധിച്ചു. പ്രാക്ടിക്കൽ എഫക്ട്സുകളുടെയും കുറഞ്ഞ CGIകളുടെയും ഉപയോഗം ദൃശ്യങ്ങൾക്ക് ആധികാരികത നൽകുന്നു. ആഴത്തിലുള്ളതും ആകർഷകവുമായ ഒരു സിനിമാറ്റിക് അനുഭവം ഇതിൽ സൃഷ്ടിക്കുന്നു. തുമ്പാട് ഗ്രാമത്തിന്റെ ശാപമായ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴ ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത. അതിനുവേണ്ടി 6 മൺസൂൺ സീസണാണ് ഷൂട്ട് വെച്ചിരുന്നത്. സിനിമയുടെ ചിത്രീകരണം 6 വർഷങ്ങൾ നീണ്ടുനിന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കാരണവും എന്തുകൊണ്ട് അവർ ആ തീരുമാനമെടുത്തു എന്നുള്ളതും സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും.
വിഷ്വൽ ബ്യൂട്ടി കൊണ്ടും കഥയുടെ പുതുമ കൊണ്ടും തുമ്പാട് പ്രേക്ഷകരിൽ പ്രത്യേക അനുഭവം സൃഷ്ടിക്കുന്നു. തുമ്പാട് വെറും ഒരു സിനിമയല്ല, അനിയന്ത്രിതമായ ആഗ്രഹങ്ങളുടെ അനന്തരഫലങ്ങൾ, അജ്ഞാതമായതും കാലാതീതവുമായ മിത്തുകളുടെ പര്യവേഷണം എന്നിവ ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നു. മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തിയുടെയും ആഗ്രഹങ്ങൾ മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വലിയ അനുഭവമാണ് തുമ്പാട്. बाबा, तुम्बाड़ में क्या है? वो देव वही सोजा वरना हंसता रह जाए, नाम लेने से भी आता है क्या?